നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വിഷ്വലി അടിപൊളിയാണ് പടം. ഇത് ലെങ്ത് ഇത്തിരി കൂടിയെന്ന് മാത്രമേ കുഴപ്പമുള്ളൂ. ബാക്കിയെല്ലാം കൊണ്ട് നല്ലതാണ് പടം. അല്ല, വിഷ്വൽ മാജിക്കാണ്. എല്ലാവർക്കും കാണേണ്ട ഒരു പടമാണ്. നല്ലതാണ്. കൊള്ളാം. നല്ല പടം. നല്ല 3D എക്സ്പീരിയൻസ് ആണ്. വിഷ്വൽ ട്രീറ്റ് അടിപൊളിയായിരുന്നു. നല്ല 3.5 മണിക്കൂർ ലെങ്ത് ഉണ്ട്. ബോറടിക്കുന്നില്ല. നല്ല ഫയറുണ്ട്, ആഷുണ്ട്, വാട്ടറുണ്ട്. എല്ലാം കൂടെ മിക്സ്. ഇമോഷൻസ് ഒക്കെ നന്നായിട്ടുണ്ട്. നല്ല എൻഡിങ് ആണ്. ഇമോഷണലി ആണ് നമ്മളെ എൻഡ് ചെയ്യിപ്പിക്കുന്നത്. നല്ല രീതിയിൽ നന്നായിട്ടുണ്ട്. നല്ല സിനിമ. സെക്കൻഡിനെക്കാട്ടും കുറച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട് അവർ. കുറച്ചുകൂടി ഇമോഷൻസ് ഒക്കെ ഉണ്ട്. ഞാൻ എല്ലാം കണ്ടിട്ടുള്ളതാണ്. അതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഫസ്റ്റ് പിന്നെ തേർഡ്. ഇപ്പോൾ തേർഡ് എല്ലാത്തിനെക്കാട്ടും ബെറ്ററാണ്. ഫസ്റ്റായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. തേർഡ് എല്ലാത്തിനെക്കാട്ടും ബെറ്ററാണ്. ഒരു രക്ഷയില്ല. കാണാനുണ്ട്. വിഷ്വൽസും ഒരു രക്ഷയില്ല. ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. 3D കാണുന്നവർക്ക് മസ്റ്റ് വാച്ചബിളാണ്. പ്രത്യേകിച്ച് പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടമാണ്. നമ്മളിപ്പോ ഫസ്റ്റ് ഒരു യൂണിവേഴ്സ് കാണിച്ചു, സെക്കൻഡ് വാട്ടറിന്റെ കാണിച്ചു, ഇപ്പൊ തേർഡ് വേറൊരു യൂണിവേഴ്സ് ആണ്. ഇത് എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ്. അത് തിയേറ്ററിൽ അത് പറഞ്ഞാൽ അതിന്റെ ഒരു രസം പോകും. അപ്പൊ നിങ്ങൾ അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യം. ഫസ്റ്റിന് സെക്കൻഡ് അപേക്ഷിച്ച് തേർഡിൽ ഭയങ്കര സ്പിരിച്വലി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അതൊക്കെ എത്രത്തോളം തിയേറ്ററിൽ അത് ഇമോഷണലി നല്ല, അത് ഒരു വിഷ്വൽ എഫക്ട്സ് എന്നുള്ള ഉപരി നല്ല ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ് ഇതിലുള്ളത്. ഇമോഷണലി കണക്ട് ആവുന്ന രീതിയിൽ തന്നെയാണ് സ്റ്റോറി കൊണ്ടുപോയിരിക്കുന്നത്. ആൻഡ് ഔട്ട് ആൻഡ് ഔട്ട് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫ് കുറച്ചൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടെ എന്താ പറയുക ഗൂസ് ബംസ് മൊമെന്റ്സ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. നല്ല പടം. വിഷ്വലി നല്ല ട്രീറ്റ് ആണ്. അടിപൊളി പടം. വിഷ്വൽ ട്രീറ്റ് ആണ് അടിപൊളി. എനിക്ക് സെക്കൻഡിൽ നമുക്ക് മിസ്സായിരുന്നത് ഒരു അവസാനത്തെ ഒരു ക്ലൈമാക്സ് വാർ സീൻസ് ഉണ്ടല്ലോ, നമുക്ക് ഫസ്റ്റിൽ കണ്ട ആ ഫീൽ അത് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പ്ലസ് ആ ഒരു വിഷ്വൽസ് മേക്കിംഗ് ആൻഡ് ഒരു 3.5 മണിക്കൂർ പോയതറിഞ്ഞില്ല. ആ ഒരു വേൾഡ് ബിൽഡിംഗ് ആയാലും സീക്വൻസ് സത്യം പറഞ്ഞാൽ വാച്ചിട്ട് ഐമാക്സ് രണ്ടും ഉണ്ട്. സെക്കൻഡിൽ എനിക്ക് ഫസ്റ്റിൽ രണ്ടും ഉണ്ടായിരുന്നു. സെക്കൻഡിൽ ആക്ഷൻ സീക്വൻസ് കോമ്പലി കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഡിസ്പായിരുന്നു. പക്ഷെ ഇതിനകത്ത് രണ്ടും ഉണ്ട്. ക്ലൈമാക്സിൽ ആക്ഷൻ സീക്വൻസ് അടിപൊളിയാണ്. ആൻഡ് എടുത്തു പറയേണ്ട മേക്കിംഗ് ഓഫ് കിഡ്ലാണ്. ഡോണ്ട് മിസ് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. ഹാറ്റ്സ് ഓഫ്. അടിപൊളിയാണ്. എന്തായാലും തിയേറ്റർ വാച്ച് തന്നെയാണ്. നമ്മൾക്ക് എവിടെയും ലാഗായിട്ടൊന്നും തോന്നില്ല. സ്റ്റോറി ആയാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് എല്ലാം ഉണ്ട്. അടിപൊളിയാണ്. മസ്റ്റ് വാച്ച്. ഇമോഷണൽ സീൻസ് ഉണ്ട് ഓഫ് കോഴ്സ്. അതെന്തായാലും അന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് എല്ലാവരും. എന്തായാലും തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. കാരണം അമ്മാതിരി VFX ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റോറി ലൈൻ ആണെങ്കിൽ അടിപൊളിയാണ്. ടോട്ടൽ എക്സ്പീരിയൻസ് ഒരു ലാസ്റ്റ് പാർട്ട് കൺക്ലൂഷൻ എന്ന രീതിയിലാണ് വന്നത്. അപ്പം ആ ഒരു 2 പാർട്ടിൽ 2 രീതിയിലാണല്ലോ കാണിച്ചത്. ഒരു പിന്നെ ലാൻഡിലുള്ളതും പിന്നെ വെള്ളത്തിലുള്ളത്. ഇതിൽ ഫയർ എന്ന് പറഞ്ഞൊരു ഇത് കൂടി കയറി വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ വിവിധ വംശങ്ങൾ വിവിധ ഏരിയകൾ എന്നുള്ള രീതിയിലാണ് സിനിമ കാണിച്ചത്. പിന്നെ ഒരുമാതിരി കുറേ ഒരു ഇമോഷണലായിട്ട് അങ്ങനെയാണ് പോയത്, ഫിലോസഫിക്കലായിട്ട്. അത് മനുഷ്യന്മാർ ചെയ്ത് ഈ ഒരു അവരുടെ ഒരു ആ ഒരു ഗ്രഹത്തിലേക്ക് കടന്ന് അവരെയും നശിപ്പിക്കും. അപ്പം നമ്മൾ മനുഷ്യന്മാർ എന്ന രീതിയിൽ നമ്മളും കൂടി ചിന്തിക്കേണ്ടതാണ്. വേൾഡിനെ നമ്മൾ എങ്ങനെയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അത് കൂട്ടത്തിൽ നിന്ന് തന്നെ കാല് വാരുന്നത്, അങ്ങനെ ഒരുപാട് ഫിലോസഫിക്കലായിട്ടുള്ള സാധനങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ വിഷ്വൽ എഫക്ട്സ് പിന്നെ പറയേണ്ട, നമ്മൾ ഈ പടം നമ്മൾ അതിന് വേണ്ടിയാണ് കാണുന്നത്. കുറച്ചുകൂടെ റൂട്ടഡ് ആണ്. പിന്നെ ഒരു സ്ലോ പേസ്ഡ് ആണെന്ന് പറയാം. ഫസ്റ്റ് ഹാഫ് വളരെ ലെങ്തി ആയിട്ട് ഫീൽ ചെയ്തു. 3.25 മണിക്കൂർ. പക്ഷെ നമുക്ക് ആ വിഷ്വൽസ് ഒക്കെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ടൈം പാസ്സാണ്. സ്ലോ ആയിട്ടുള്ള ഡയലോഗ് ഇല്ല. അതാണ് മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയാണെന്ന് തോന്നുന്നത്. പതുക്കെയാണ് നമ്മളിലേക്ക് വന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഹാഫ് തുടങ്ങി കുറച്ച് കഴിഞ്ഞ ഉടനെ പിന്നെ ലാസ്റ്റ് വരെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആക്ഷൻ സീനുകളും അങ്ങനെയുള്ള ഗൂസ്ബം മൊമെൻറ്റ്സും നല്ല രസകരമായിട്ട് അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കളർ പാറ്റേൺ ഒക്കെയാണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അത് വെള്ളത്തിലും കരയിലും ഒരുപോലെ ഫൈറ്റ് ചെയ്യുന്ന സീനുകളൊക്കെ ആയിട്ട് അവതാർ ഫാൻസിന് എന്തായാലും മസ്റ്റ് വാച്ചായിട്ട് കാണാൻ പറ്റുന്നതാണ്. സെക്കൻഡിനെക്കാട്ടിൽ എനിക്ക് കുറച്ചുകൂടെ ഇമോഷണലി ഫിലോസഫിക്കലി ബെറ്ററായിട്ട് ആണ് തോന്നിയത്. നല്ലൊരു എൻഡിങ് ആണ് അവതാർ സീരീസിന് കിട്ടിയിരിക്കുന്നത് ഈ സിനിമയിലൂടെ. ഇനിയൊരു പാർട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാരണം അങ്ങനെ ഒരു മെസ്സേജിലൂടെയാണ് സിനിമ അവസാനിക്കുന്നത്.